പാകിസ്ഥാന് ഒരു കൊട്ടു കൊടുക്കണമെന്ന് ആഗ്രഹിക്കാത്ത ഇന്ത്യക്കാരുണ്ടാവുമെന്ന് തോന്നുന്നില്ല. അതൊരാവശ്യമാണെന്ന് കരുതുന്ന ആളുകളാണ് നമ്മളെല്ലാവരും. പക്ഷേ ഒരു യുദ്ധം എന്ന് പറയുമ്പോഴത്തേക്ക് പറയുന്നത് ഈ യുദ്ധമൊന്നും ചെയ്യേണ്ടാത്ത ആളുകൾക്ക് അതൊരു രസമായിട്ട് തോന്നും. കാരണം ചാകുന്നതും കൊല്ലുന്നതും ഒക്കെ മറ്റാളുകളാണല്ലോ. നമുക്കതിൽ പങ്കൊന്നുമില്ല. എന്ന് മാത്രമല്ല, യുദ്ധത്തിൻ്റെ കെടുതികൾ ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം യുദ്ധം എന്താണെന്നോ യുദ്ധത്തിൻ്റെ കെടുതികൾ എന്താണെന്നോ നമുക്ക് അറിഞ്ഞുകൂടാ. പിന്നെ സൗത്ത് ഇന്ത്യയുടെ ഏറ്റവും വലിയ മെച്ചമായിട്ട് പറയുന്നത് നൂറ്റാണ്ടുകളല്ല, വളരെ നമ്മൾ കാര്യമായ ഒരു ആക്രമണമോ കാര്യമായ ഒരു യുദ്ധമോ നമ്മൾ അഭിമുഖീകരിച്ചിട്ടില്ല. നമ്മുടെ ആളുകൾ മരിക്കുകയോ കൊല്ലപ്പെടുകയോ ഒക്കെ ചെയ്യുന്ന ഒരവസ്ഥ നമുക്കുണ്ടായിട്ടില്ല. യുദ്ധങ്ങളും എല്ലാം പിന്നെ ഉത്തരേന്ത്യയിലായിരുന്നു രാജാക്കന്മാർ തമ്മിലുള്ള അടിയും പിടിയും. പിന്നെ പിന്നെ അതുപോലെ തന്നെ ഈ മുസ്ലിം രാജാക്കന്മാരും ഒക്കെ വന്നിട്ടുള്ള ആക്രമണങ്ങളെല്ലാം ഉത്തരേന്ത്യയിലായിരുന്നു കേന്ദ്രീകരിച്ചിരുന്നത്. ചുരുക്കമായിട്ടാണ് ദക്ഷിണേന്ത്യയിലേക്ക് വന്നിരിക്കുന്നത്. അത് തന്നെ ഡെക്കാൻ ആ ഭാഗത്ത് പിന്നെ ഉണ്ടാവുകയാണ് ചെയ്തത്. പിന്നെ ബാമിനി സാമ്രാജ്യമൊക്കെ ഉണ്ടാകുന്ന ബാമിനി കിങ്ഡം ഒക്കെ ഉണ്ടാകുന്നത് മുസ്ലിം കിങ്ഡം. പക്ഷേ പൊതുവിൽ നമുക്ക് കേരളത്തിൽ തീരെ ഉണ്ടായിട്ടില്ല. ആകപ്പാടെ ഉണ്ടായിട്ടുള്ളത് അല്ലറ ചില്ലറ ടിപ്പു സുൽത്താൻ്റെ ഒരു ആക്രമണം ഉണ്ടായി എന്നതൊഴിച്ചാൽ കേരളത്തിൻ്റെ രാജാക്കന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പിന്നെ യുദ്ധം ചെയ്തിരുന്നെന്നാണ് പറയുന്നത്. കാരണം കൊച്ചി രാജാവ് വീടിന് ഓടിട്ടപ്പം പിന്നെ കോഴിക്കോട് രാജാവ് ആക്രമിച്ചു എന്നാണ് പറയുന്നത് അതിനെതിരെ. കാരണം ഓടിടാനുള്ള അവകാശം കൊച്ചി രാജാവിന് അന്നില്ലായിരുന്നു എന്ന്. കാരണം പിന്നെ വലിയ രാജ്യം കോഴിക്കോടായിരുന്നു എന്ന് ഈയിടയ്ക്കെങ്ങാണ്ട് എവിടെയോ പിന്നെ MG ശശിഭൂഷണോ ആരോ പറയുന്നത് പിന്നെ കാണുകയുണ്ടായി. എന്തായാലും യുദ്ധത്തിൻ്റെ കെടുതികളൊന്നും അനുഭവിക്കാത്തതുകൊണ്ട് ഈ യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കാൻ നമുക്ക് വലിയ താല്പര്യമാണ് നമ്മളിൽ പലർക്കും. അപ്പോൾ യുദ്ധം ചെയ്യേണ്ടാത്ത ആളുകൾക്ക് അതൊരു രസമായിട്ട് തോന്നും. ഇപ്പം ഈ ചൈനീസ് യുദ്ധകാലത്ത്, ചൈനയുമായിട്ടുള്ള യുദ്ധകാലത്ത് ഓർക്കുന്നുണ്ട്, സ്കൂളുകളിലൊക്കെ അസംബ്ലി വിളിച്ച് നമ്മൾ ചൈനക്കാർക്കെതിരെ മുദ്രാവാക്യം ഒക്കെ വിളിച്ചുകൊണ്ടിരുന്നത് നമ്മൾ ഓർക്കുന്നുണ്ട് പലരും, ആ പ്രായമുള്ളവർ. പക്ഷേ അതിനുശേഷം പാകിസ്ഥാനുമായിട്ട് 2 യുദ്ധമുണ്ടായി. ആ രണ്ടിടത്തും 65-ലും 71-ലും പിന്നെ ഇന്ത്യയുമായിട്ട് പിടിച്ചു നിൽക്കാൻ അവർക്ക് കഴിയില്ല എന്ന് നമുക്കറിയാം. ഇന്നും കഴിയില്ല, അന്നും കഴിയില്ല. അപ്പോൾ ചെറിയ രാജ്യമാണ്, പിന്നെ വലിയ വായുണ്ടെന്നും മാത്രമേ ഉള്ളൂ, വലിയ വർത്തമാനമൊക്കെ പറയുന്നേ ഉള്ളൂ. അവർക്ക് അതിനപ്പുറം പോകാനുള്ള കഴിവൊന്നും അവർക്കില്ല. ഇപ്പം പിന്നെ അണ്വായുധം വെച്ചുകൊണ്ടാണ് അവർ കളിക്കുന്നത്. അത് ഉപയോഗിച്ച് കളയും. അതിപ്പം പുട്ടിനും അത് തന്നെയാണ് പറയുന്നത്. ഈ യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം കൂടെ ആക്രമിച്ചു കഴിഞ്ഞാൽ അണ്വായുധം പ്രയോഗിച്ച് കളയും എന്നാണ് പുട്ടിനും ഭീഷണിപ്പെടുത്തുന്നത്. അതേ ഭീഷണിയാണ് പാകിസ്ഥാൻകാരും ഉപയോഗിക്കുന്നത്. എന്തായാലും ഈ യുദ്ധത്തെപ്പറ്റി പറയുമ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ ഇപ്പോൾ യുദ്ധത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ഇപ്പം തന്നെ ഹോം മിനിസ്ട്രി പറഞ്ഞിരിക്കുന്നു. ഈ ജില്ലകളിലെല്ലാം അതിനുള്ള ഒരുക്കങ്ങൾ, ഈ എയർ റെയ്ഡ്, വിമാനാക്രമണം വരികയാണെങ്കിൽ അതിനെ എങ്ങനെ നേരിടണം, അതുപോലെ തന്നെ നമ്മൾ മോക്ക് ഡ്രില്ല് അതിൻ്റെ പിന്നെ ഏതൊക്കെ കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിനെ പറ്റിയുള്ളൊരു ഒരു മോക്ക് ഡ്രില്ല്, നമ്മൾ അതിനെപ്പറ്റിയുള്ളൊരു പരിശീലനം പരിപാടി ഒക്കെ വേണം എന്നൊക്കെ പറഞ്ഞ് ഉത്തരവ് ഇറക്കിയിരിക്കുന്നു. അപ്പം പാകിസ്ഥാനിലാണെങ്കിൽ അവർ പിന്നെ ഈ പാക് ഓക്യുപ്പൈഡ് കാശ്മീരിൽ POK അവിടെയുള്ളവരോട് 2 മാസത്തേക്കൊക്കെ വെള്ളവും പിന്നെ ഭക്ഷണമൊക്കെ കരുതിയിരിക്കണം, എപ്പോൾ വേണേലും അടിപൊട്ടാമെന്നുള്ള രീതിയിലാണ് അവരും പറയുന്നത്. അപ്പോൾ ഇതിനിടയിലാണ് ഈ ശ്രീ അതുപോലുള്ള പിന്നെ മതനേതാക്കളും പറയുന്നത് നമ്മൾ പിന്നെ എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ, ഇങ്ങനെ പിന്നെ വർത്തമാനം പറഞ്ഞാൽ പോരാ, കാര്യമായിട്ട് എന്തെങ്കിലും ഒരു തിരിച്ചടി കൊടുക്കണം എന്നുള്ള രീതിയിൽ പറയുന്നത്. പണ്ട് മുംബൈ ആക്രമണം നടന്നപ്പോൾ കോൺഗ്രസ്സുകാരായിരുന്നു ഭരിച്ചുകൊണ്ടിരുന്നത്, മൻമോഹൻ സിംഗ്. നമ്മൾ ഒരു തിരിച്ചടിയും നടത്തിയില്ല. നേരെ മറിച്ച് അത് പാകിസ്ഥാനിൽ നിന്ന് നേരിട്ട് വന്നവരാണ്. ഇതിപ്പോൾ പഹൽഗാമിൽ ആക്രമണം നടത്തിയെന്ന് പറഞ്ഞാൽ അവർ പാകിസ്ഥാനികളാണെന്ന് തോന്നുന്നില്ല, പിന്നെ കാശ്മീരികളാവും. രണ്ട് കാശ്മീരിൽ നിന്ന് എവിടെന്നെങ്കിലും വരുന്നവരാവും. പക്ഷേ അവർക്ക് ആയുധം കിട്ടിയതും അവരെ അതിർത്തി കടത്തി വിട്ടതും അതിനെ സജ്ജരാക്കി വിട്ടതും എല്ലാം പാകിസ്ഥാനാണെന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. എല്ലാത്തരം ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് പിന്നിലും പാകിസ്ഥാൻ്റെ കൈയുണ്ടെന്നാണ് ഇപ്പം ആരോപിക്കപ്പെടുന്നത്. എല്ലാ രാജ്യങ്ങളിലും എവിടെ ചെന്നാലും ഇവർ പ്രശ്നക്കാരാണ് എന്നുള്ള രീതിയിൽ. പക്ഷേ അതേസമയം തന്നെ ഒരു യുദ്ധം ആവശ്യമാണോ അനിവാര്യമാണോ എന്നും ചിന്തിക്കേണ്ടതുണ്ട്. യുദ്ധം കൊണ്ട് നമ്മൾ എന്ത് നേടാൻ പോകുന്നു? ഇപ്പോൾ പാകിസ്ഥാനെ ഇല്ലാതാക്കാൻ നമുക്കാവില്ല. കുറേ പേരെ യുദ്ധത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ പേരെ കൊല്ലാൻ പറ്റും. പിന്നെ പാകിസ്ഥാനെ ഇപ്പം 1971 പോലെ ബംഗ്ലാദേശ് ഉണ്ടാക്കിയതുപോലെ പാകിസ്ഥാനെ വിഭജിച്ച് ബലൂചിസ്ഥാൻ വേറൊരു രാജ്യമാക്കാൻ നമുക്ക് കഴിഞ്ഞാൽ അതൊരു വലിയ നേട്ടമായിരിക്കും, കാരണം പാകിസ്ഥാൻ്റെ ശക്തി പിന്നെയും ഇല്ലാതാക്കാനായിട്ട് നമുക്ക് കഴിയും. പക്ഷേ ബലൂചിസ്ഥാനാക്കിയാൽ ഇപ്പം ബംഗ്ലാദേശ് ആക്കിയിട്ട് ആ ബംഗ്ലാദേശ് ഇന്ന് നമ്മുടെ ശത്രുക്കളാണ്. മിക്കവാറും ഈ ഹസീനയൊക്കെ ഓടിച്ച് ഇപ്പം ആ ഇസ്ലാമിക തീവ്രവാദികളൊക്കെ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അവിടെ പിന്നെ ഇന്ത്യയുടെ ശത്രുക്കളായി മാറുന്ന ഒരവസ്ഥ കൂടി നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ബലൂചിസ്ഥാൻ സ്വതന്ത്രമായി കഴിഞ്ഞാൽ അവർ നമ്മുടെ മിത്രങ്ങളായി നിൽക്കണമെന്നൊന്നും യാതൊരു നിർബന്ധവുമില്ല.
പിന്നെ പാകിസ്ഥാനെ ദുർബലപ്പെടുത്താൻ കഴിയും. അല്ലാതെ തന്നെ ദുർബലമാണത്. പിന്നെ ചെറിയ രാജ്യമാണ്, ചെറിയ ജനസംഖ്യയാണ് ഇന്ത്യയെ വെച്ച് നോക്കുമ്പോൾ. അതിന് പുറമെ പിന്നെ കുറേ ദിവസം ഒന്നും യുദ്ധം ചെയ്യാനുള്ള യാതൊരു കെൽപ്പും അവർക്കില്ല എന്ന് നമുക്ക് വ്യക്തമായിട്ടറിയാം. ആകപ്പാടെയുള്ളത് ചൈനയുടെ സഹായമാണ്. ചൈനയും ഒരളവിനപ്പുറം സഹായിക്കുമെന്ന് എന്താണ് ഉറപ്പ്? രണ്ടാമത്തെ കാര്യം, അമേരിക്ക നമ്മുടെ കൂടെ നിൽക്കുമെന്ന് പറയുന്നു. അതേസമയം തന്നെ പാകിസ്ഥാൻ ആയുധങ്ങളെല്ലാം അമേരിക്ക കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അമേരിക്ക അല്ലെങ്കിൽ റഷ്യ അവരുടെ സ്വന്തം താല്പര്യങ്ങളാണ് ഓരോ രാജ്യവും നോക്കുക. എന്നല്ലാതെ മറ്റൊരു രാജ്യത്തെ വഴിവിട്ട് സഹായിക്കുമെന്ന് നമ്മൾ ഒരിക്കലും കരുതാനും പാടില്ല. അപ്പോൾ യുദ്ധത്തിലൊക്കെ പങ്കെടുത്ത ആളുകളാണ് ഇപ്പം നമ്മുടെ NIA ഡയറക്ടർ ഇവിടെ, പിന്നെ തുളസി ഗബാർഡ്, അതുപോലെ തന്നെ മുൻപ് സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന കോളിൻ പവൽ, അദ്ദേഹം പിന്നെ ജനറലായിരുന്നു. അപ്പോൾ അവരൊക്കെ യുദ്ധത്തിനെതിരാണ്. കാരണം അവരെല്ലാം യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുള്ളവരാണ്, യുദ്ധം കണ്ടിട്ടുള്ളവരും അനുഭവിച്ചിട്ടുള്ളവരുമാണ്. അപ്പോൾ അങ്ങനെയുള്ളവർ യുദ്ധം ഉണ്ടാകുന്നതിനെ അനുകൂലിക്കുന്ന പോലുമില്ല. യുദ്ധം കാണാത്തവരും യുദ്ധത്തിൽ കരുതികളൊന്നും വരാത്തവരുമാണ് ഇതിനെ കൂടുതലായിട്ട് താല്പര്യം കാണിക്കുന്നത്. അപ്പം ഈ മത നേതാക്കളും മറ്റുമൊക്കെ മാറി നിൽക്കുകയാണ് ചെയ്യുന്നത്. അഭിപ്രായങ്ങളൊന്നും പറയാതിരിക്കുകയാണ് നല്ലത്. നമ്മൾ കണ്ടു ഈ ശ്രീലങ്കയിലെ ബുദ്ധ നേതാക്കൾ, നമ്മൾ ഏറ്റവും അഹിംസ ഒക്കെ പാലിക്കുന്ന മതമാണെന്ന് പറയുന്നത്. അതിന് അവിടെ ബുദ്ധ പുരോഹിതന്മാരാണ് അവിടെ ഏറ്റവും വലിയ വംശീയവാദികളായിട്ട് തമിഴർക്കെതിരെ രംഗത്ത് വന്നത്. ഇനി ബർമയിലാണെങ്കിലോ അവിടെയും ബുദ്ധ സന്യാസിമാരാണ് ഈ രോഹിംഗ്യൻ മുസ്ലിങ്ങൾക്കെതിരെ രംഗത്ത് വന്നത്. അപ്പം സന്യാസിമാരൊക്കെ നിശബ്ദരായിരിക്കുക ആണ് നല്ലത് എപ്പോഴും. അവരെയൊന്നും പൊതുരംഗത്ത് ഈ രാഷ്ട്രീയ കാര്യങ്ങളൊന്നും തീരുമാനിക്കാനായിട്ട് ഇടപെടുക്കേണ്ടതില്ല. ഇനി നമ്മുടെ ഒരു പവർ കാണിക്കാൻ വേണ്ടി നമ്മൾ ആക്രമിക്കാതെ നമുക്ക് പോകാൻ പറ്റത്തില്ല എന്നുള്ളൊരവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചു എന്ന് ചിലർ വിചാരിക്കുന്നുണ്ട്. അങ്ങനെ വിചാരിക്കേണ്ടതില്ല. കാരണം ഇത് ആക്രമിച്ചു കഴിഞ്ഞാലും പിന്നെയും പാകിസ്ഥാൻ അവിടെ ഉണ്ടാവും, അവിടുത്തെ മനുഷ്യരുണ്ടാവും. പാകിസ്ഥാൻ രാജ്യമായിട്ടല്ലെങ്കിലും അവിടുത്തെ മനുഷ്യരുണ്ടാവും. കുറേ മനുഷ്യർ ചാവും, അവിടെ ചാവും, ഇവിടെ ചാവും. കുറേ കെടുതികൾ രണ്ടു കൂട്ടർക്കും ഉണ്ടാകും. പാശ്ചാത്യ രാജ്യങ്ങൾക്ക് കുറേ കൂടി ആയുധം വിൽക്കാനുള്ള സംവിധാനം ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഒന്നുകൂടി ആലോചിക്കുന്നത് നല്ലതാണ്. ഒരു ഫുൾ ഫ്ലഡ്ജ്ഡ് വാർ, ഒരു വലിയ യുദ്ധത്തിന് പോകുന്നതിന് പകരം സർജിക്കൽ സ്ട്രൈക്ക് ഇടയ്ക്കിടയ്ക്ക് അവിടെ പോയി ഓരോ കൊട്ടുകൊടുക്കണം. ഇവർ തലപൊക്കുന്നിടത്ത് ഈ ഭീകരരുടെ കേന്ദ്രങ്ങളും ഭീകരർക്ക് സഹായം നൽകുന്ന സ്ഥലങ്ങളും അത് കണ്ടുപിടിച്ചിട്ട് അവിടെ ഇടയ്ക്കിടയ്ക്ക് ഓരോ കൊട്ടുകൊടുക്കാൻ നമുക്ക് കഴിയണം. എന്നല്ലാതെ ഒരു നേരിട്ടുള്ളൊരു യുദ്ധം അതുകൊണ്ട് എന്താണ് നേടാൻ പോകുന്നതെന്ന് അറിഞ്ഞുകൂടാ. അതെങ്ങനെയാണ് അവസാനിക്കുക എന്ന് പോലും നമുക്കറിയാനും പറ്റില്ല. അതുകൊണ്ട് സമാധാനം ഒട്ടും മോശപ്പെട്ട കാര്യമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ സമാധാനത്തിനുള്ള താല്പര്യമുള്ളവർ എത്ര പേരുണ്ടാവുമെന്ന് നമുക്കറിഞ്ഞുകൂടാ.